ഇത് മറ്റേ ട്രോള് ഏറ്റുവാങ്ങിയ സാഞ്ചായ കേട്ടോ. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഇവിടെ ക്രൗഡ് മാനേജ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുക ഇതായിട്ട് മുഖം ഒന്ന് നോക്കി വെച്ചോട്ടോ, വേറെ കയറി വിളിക്കുക. വാട്ട്സപ്പിനും ഗൈസ്, ഇറ്റ്സ് മീ ജസീൽ, വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഗൈസ്, ഇന്ന് നമ്മളുള്ളത് ഇപ്പോൾ എൻ്റെ വീട്ടിലാണെന്നുള്ളത്. ഗൈസ്, ഞാൻ നേരെ ഇപ്പം എറണാകുളത്തോട്ട് പോവാം. എറണാകുളം ഫോർട്ട് കൊച്ചിയിലോട്ട് പോവാം കാർണേലി കാണാനായിട്ട്. നമുക്കിനി ഞാനിപ്പം പോകുന്നത് ഒന്നെങ്കിൽ ട്രെയിനിൽ ഇല്ലെങ്കിൽ ബസ്സിന് പോകാനായിട്ടാണ്. ട്രെയിൻ ഇപ്പോൾ ഉണ്ടോ എന്ന് അറിയത്തില്ല. ട്രെയിൻ ഉണ്ടെങ്കിൽ ട്രെയിനിനായിരിക്കും പോകുന്നത്, ഇല്ലെങ്കിൽ ബസ്സിന് പോകും. നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ എത്തിയിട്ട് കാണാം. അപ്പോൾ പോയിട്ട് വരാം. ഇതേ അങ്ങനെ നമ്മൾ എറണാകുളം എത്തി. എറണാകുളം ഫോർട്ട് കൊച്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്തിനാ പോകുന്നതെന്ന് അറിയാമല്ല, നമ്മൾ പപ്പായ കത്തിക്കാൻ പോകുന്നു. ഗൈസ്, നമ്മളിങ്ങോട്ട് വന്നപ്പോൾ നമുക്കൊരു ബ്രോയെ കണ്ടുപിടിച്ചിട്ടുണ്ട്. വേണ്ടേ ബ്രോ ഒന്ന് പരിചയപ്പെടുത്താവോ? ബ്രോയുടെ പേരെന്ന് പറ. എന്റെ പേര് ജോസഫ് എന്നാണ്. ഞാൻ ജസീലിനെ ബസ്സിൽ വെച്ചാ കാണുന്നത്. പറഞ്ഞോ മൈക്ക് വന്നേക്ക്. എന്റെ പേര് ജോസഫ് എന്നാ. ഞാൻ ജസീലിനെ ബസ്സിൽ വെച്ചാ കാണുന്ന ആള് പരിചയമായി. അപ്പോ കാർണിവലിന്റെ ഗ്രൗണ്ടിന്റെ കറക്റ്റ് വഴി ചോദിക്കുമായിരുന്നു, ബസ്സിൽ അറിയാൻ മേല. സോ ആളെ കണ്ടു, ഇവിടെ വരെ എത്തി. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. വഴി ഫുള്ള് ക്രൗഡാ, ഇങ്ങനെ ഫുള്ള് കൺജസ്റ്റഡ് ആയിരിക്കുക. നമുക്ക് കാണാം. അത്യാവശ്യം നല്ല ക്രൗഡാ കേട്ടോ. അതെ, ഇവിടെ എല്ലാം അങ്ങോട്ടുള്ള ആൾക്കാർ ഈ പോകുന്നതൊക്കെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് ഇന്ന്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ കാർണിവലിന്റെ ക്രൗഡ് എന്താന്ന്. എനിക്കൊന്ന് കൊച്ചിയിലുള്ള ആൾക്കാർ ഫുള്ള് ഇന്ന് ഇവിടെ ആയിരിക്കും. കൊച്ചിയിലല്ല, എല്ലായിടും ഉള്ള ആൾക്കാർ മാത്രമല്ല, ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം ഇന്ന് ഇവിടെ കാണും. നമ്മള് അവിടെ നിന്ന് കായംകുളത്തുനിന്ന് തന്നെ ഇവിടെ വന്ന്, ബ്രോ വന്നേക്കുന്ന ചേർത്തലയിന്ന്, അതേപോലെ തന്നെ എത്ര പേര് ഇവിടുന്ന് വന്നിട്ടുണ്ടെന്നറിയാം. ഇവിടുത്തെ പാർക്കിംഗ് ആടാ. ഇത് പാർക്കിംഗ് അല്ലേ? ഇത് നമ്മുടെ കൊച്ചിൻ കോളേജാ. ഓ വേണ്ട ഗൈസ്, ഇതാണ് കൊച്ചിൻ കോളേജ്. ഇവിടാണ് വരുന്നവരൊക്കെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നത്. നമുക്ക് ബൈക്കിലൊക്കെ അല്ല കാറിലൊക്കെ വരുവാണെങ്കിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോവാല്ലേ? ഇവിടെ പാർക്ക് ചെയ്യടാ. ഇവിടെ മെയിൻ ആയിട്ട് കാറാ ഉള്ളത്. നമുക്ക് അപ്പുറത്തും പാർക്ക് ചെയ്യാം. അപ്പുറത്തും ഉണ്ടല്ലേ? ക്രൗഡാ കേട്ടോ. അവിടുത്തെ അവസ്ഥ എന്താന്ന് അറിയത്തില്ല. അന്ന് കുസാറ്റി കടന്ന പോലെ ഒന്നും നടക്കായിരുന്നാ മതി കേട്ടോ. അത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ പറഞ്ഞതേ ഇങ്ങനെ ക്രൗഡ് മാനേജ്മെന്റിന്റെ ഇതാ PG ചെയ്തോണ്ടിരിക്കുക. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഇവിടെ ക്രൗഡ് മാനേജ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുക ഇതായിട്ട് മുഖം ഒന്ന് നോക്കി വെച്ചോട്ടോ, വേറെ കയറി വിളിക്കുക. സീരിയസ് ആയിട്ട് പറഞ്ഞേ, ഇവിടുത്തെ ക്രൗഡ് മാനേജ്മെന്റ് ഒക്കെ ചെയ്ത് വേണ്ട ബ്രോ ചെയ്തേക്കുന്നത്. ഞാനല്ല കേട്ടോ, എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരും ഞങ്ങളുടെ ഒരു ടീമും ചേർന്ന്. ഇവരുടെ ടീം, ഐ മീൻ ഇവരുടെ ടീമാണ് ചെയ്തേക്കുന്നത്. അപ്പൊ കുസാറ്റിലേക്ക് അതൊക്കെ ചെയ്യുന്ന നിങ്ങളായിരുന്നു? ഇല്ല, കുസാറ്റിലെ നമ്മളല്ല. അത് ഓരോന്നും ചെയ്യുന്നത് ഓരോ ഏജൻസിക്കാരായിരിക്കും. ഏജൻസിക്കാരല്ലേ? കുസാറ്റില് വന്നത് ഫോൾട്ട് എന്താന്ന് വെച്ചാല്, അവിടെ ആംബുലൻസ് ഇടേണ്ട സ്ഥലത്ത് കൂടെ അവിടെ ക്രോസ് ചെയ്ത് വെച്ചിട്ട് അവിടെ കൂടെ ആൾക്കാരെ കയറ്റി. അതായിരുന്നു കുസാറ്റിൽ. അതായത് ആംബുലൻസിന് പോകാൻ ഇന്ന വഴി എന്ന് പറഞ്ഞുണ്ട്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ആവുകയാണെങ്കിൽ ആ വഴിയിൽ കൂടെ കയറ്റിയിട്ട് വേറെ ഉള്ള ട്രാഫിക്കും കാര്യങ്ങളൊക്കെ വന്നു. അതുകൊണ്ടായിരുന്നു നമുക്ക് അവിടെ ഭയങ്കര അപകടം ഉണ്ടായത്. പക്ഷെ ഇവിടെ ഇപ്പൊ അതെല്ലാം ശരിയാക്കിയിട്ടുള്ള പ്ലാനാണ് എല്ലാം ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല. കുസാറ്റി നടന്ന പോലെയുള്ള സീൻ ഇവിടെ ഉണ്ടാകത്തില്ല. അതെല്ലാം റെക്ടിഫൈ ചെയ്തിട്ടാണ് ഇവിടുത്തെ പ്ലാനും കാര്യങ്ങളും ഒക്കെ ചെയ്തേക്കുന്നത്. എന്നിട്ട് അവിടുത്തെ ഒരു വല്ലാത്തൊരു ഇൻസിഡന്റ് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു സംഭവം നടക്കുമെന്നൊക്കെ. ഗൈസ്, ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഇവിടെ ഒരു സംഭവം കിടക്കുന്നുണ്ട്, ഡ്രാഗനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അവിടെ ഒരു പപ്പായും ഒക്കെ ഇപ്പോൾ ഉണ്ട്, ക്രിസ്മസ് പപ്പ. ഇവിടെയൊക്കെ മറ്റേ ഇതില്ലേ, കോട്ടൺ വെച്ചിട്ട് സ്നോയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കൊള്ളാം കേട്ടോ സംഭവം. നമ്മുടെ ഡ്രാഗൻ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അങ്ങോട്ട് വന്നത് ഇവിടെ കുറെ ഒരു കയറ് പോലെ ഇങ്ങനെ കെട്ടി വെച്ചപ്പോൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. ഇപ്പുറത്തെ ഒരു പാർക്കും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറെ ചിത്രശലഭങ്ങളില്ലേ, അതിനെയൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോൾ ഉണ്ട്. കൊള്ളാം കേട്ടോ സംഭവം. നൈസ്. നമുക്കിനി ഫ്രണ്ടിലോട്ട് കിടക്കാം. ഇനി ഇവിടുന്ന് ഏകദേശം കുറച്ചേ ഉള്ളു. ഇതാണ് നമ്മൾ പോകേണ്ട ഫസ്റ്റ് ഗ്രൗണ്ട്. ഈ കാണുന്നില്ലേ? ഇവിടുന്ന് വേണ്ടി നേരെ ലെഫ്റ്റിലേക്ക്. നമ്മൾ ആ ഫസ്റ്റ് ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുമ്പോഴാണ് നമ്മൾ നിൽക്കുന്ന ഗ്രൗണ്ടില്ല, ഫസ്റ്റ് ഗ്രൗണ്ട്.
നമ്മള് മറ്റേ DJ നൈറ്റ് ഒക്കെ ഉള്ള രണ്ടാമത്തെ ഗ്രൗണ്ടിലാണ്. അത് രണ്ടാമത്തെ അവിടെ പോകണം. ഇവിടെയും കാണൂടെ, ഇവിടെ നമുക്കൊരു 7 മണി 7:30 ആകുമ്പോൾ ഒരു ടൈമിൽ കാണും. ഇത് നമ്മുടെ ഫസ്റ്റ് ട്രീ ഉള്ള ഗ്രൗണ്ട്, വലിയ ട്രീ കാണാം. ട്രീ ഉള്ള അത് ഇവിടെ ഇല്ലേ? ഓ രണ്ടിടത്തും മറ്റേ പപ്പ ഉണ്ടല്ലേ? ഏതാ? രണ്ടിടത്തും മറ്റേ പപ്പ ഉണ്ടല്ലേ? മറ്റേ സാന്റാക്ലോസ്. ഇത് ചെറിയ സാന്താക്ലോസ് അവിടെ വലുതായിരിക്കും. ഓ ഇതാന്ന് തോന്നുന്നു മറ്റേ ട്രോൾ ചെയ്ത സാന്റാക്ലോസ്. അതേതാ? അല്ല ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ ട്രോളുന്ന ഈ സാന്റാക്ലോസിനെയാ. ഏതാ മറ്റേ ഇങ്ങനെ ഇതൊക്കെ? അല്ലെ ശോഷിച്ച സാന്റാക്ലോസ് എന്നൊക്കെ പറഞ്ഞ് നോക്കാം, ഞാനത് ശ്രദ്ധിച്ചില്ല. അതാന്ന് തോന്നുന്നു കേട്ടോ. ഇതല്ലേ? അത് ഞാൻ ആലോചിച്ചു ഇനിയിപ്പോ ഷോ ആയിരിക്കും ഇത്തവണത്തെ എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു. അത് ഇവിടുത്തെ അപ്പുറത്തെ സാന്താക്ലോസ് വലുതായിരിക്കും. അത് കുറഞ്ഞ ഒരു 10, 60, 70, 100 മീറ്റർ എത്രയൊക്കെ 100 കാണുമെന്ന് എനിക്കറിയാൻ മേല, എന്നാലും അതിന്റെ ഒരു ഉള്ളിൽ കാണും. ഇവിടുത്തെ കൊള്ളാം കേട്ടോ, അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട്. ക്രൗഡിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് അല്ലേ. അതെ ഗ്രൗണ്ട് ഇവിടെ സാന്റാക്ലോസും ഉണ്ട്. പുറത്തൊരു പള്ളിയൊക്കെ കാണാം. ഞാൻ പറഞ്ഞ മറ്റേ സാന്റാക്ലോസ്, ശോഷിച്ച സാന്റാക്ലോസ് തന്നെയാണോ? ഇത് തന്നെ, അത് തന്നെ. ശോഷിച്ചിരിക്കുന്നു. പൈനാപ്പിൾ ഉണ്ട്, അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ വെച്ചപ്പോൾ നമ്മളെ കാണുന്ന മറ്റേ ഉപ്പിലിട്ടയൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇങ്ങോട്ട് വരുമ്പം ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. കൊള്ളാം കേട്ടോ. അതിൽ തന്നെ ഗൂഗിൾ പേയുടെ സ്കാനറും എല്ലാം വെച്ചൊക്കെ ഉണ്ട്. വരിക, സ്കാൻ ചെയ്യുക, എടുക്കുക. കൊള്ളാം കേട്ടോ. ഇവിടെ എല്ലാം കുറെ കച്ചവടക്കാരൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ കച്ചവടക്കാർ. ഇങ്ങോട്ട് വരുമ്പം ഐസ്ക്രീമുകാര്, മറ്റേ കളിപ്പാട്ടങ്ങൾ വിൽക്കത്തില്ലേ, അങ്ങനെയുള്ള ആൾക്കാർ. കൊള്ളാം, എല്ലാ ടൈപ്പ് ഇതുണ്ട്. ഇവിടെ കുറെ റൈഡൊക്കെ ഉണ്ട്. ജൈന്റ് വീൽ ഉണ്ടല്ലേ ഇവിടെ. അവിടെ ബിരിയാണി ഐറ്റംസ് ഒക്കെ പാലട പായസം ഒക്കെ ഉണ്ട് അവിടെ. കൊള്ളാം കേട്ടോ. ഇവിടെ ജൈന്റ് വീലും കാര്യങ്ങളൊക്കെ. മറ്റേ വള്ളമില്ലേ, വള്ളം, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ. ഞങ്ങളിവിടെ മറ്റേ ഓച്ചറ ഇല്ലേ? ഓച്ചറയ്ക്ക് അടുത്ത് എൻ്റെ വീട്. അവിടെ മറ്റേ വൃശ്ചികത്തിന് ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ സാധനോ? ഇവിടെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് ന്യൂസിൻ്റെ ആണെന്ന് തോന്നുന്നു, ന്യൂസ് ചാനലാണെന്ന് തോന്നുന്നു. ഓ ഗായ്സ്, ഇത് കണ്ടോ, മറ്റേ നൈട്രജൻ ആണെന്ന് തോന്നുന്നു. നൈട്രജൻ അല്ലല്ലോ. അപ്പൊ ഇതെന്താ ഇത്? ഇതെന്താ? ഇതെന്താ? ലിക്വിഡ് ഐസ്. ഓ ഗൈസ്, ഇത് ലിക്വിഡ് ഐസ് ആട്ടോ. ലിക്വിഡ് നൈട്രജൻ, അത് തന്നെ സംഭവം. അപ്പൊ നമ്മുടെ സാധാരണ മറ്റേ കുക്കീസ് ഒക്കെ ഇല്ലേ, അതിനകത്ത് മറ്റേ ഈ ലിക്വിഡ് നൈട്രജൻ ഇട്ട് തരും. അതിന്റെ ഒരു സംഭവം ഇവിടെ കൊടുത്തേക്കുണ്ട്. എനിക്കിപ്പോ കറക്റ്റ് മനസ്സിലാവും. കഴിക്കാൻ പുക വിടുക. വെൽക്കം ടു കൊച്ചി കാർണിവൽ എന്ന ഇതേപ്പോ ഉണ്ട്. കൊള്ളാം കേട്ടോ, എല്ലാം കിടില സംഭവങ്ങള്. അവിടെ വള്ളമുണ്ട്, ജൈന്റ് വീലുണ്ട്. ഓക്കെ ഓക്കെ. ഇവിടെ ജൈന്റ് വീലുണ്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവിടെ. നമ്മൾ കൊച്ചിൻ കാർണിവലിലേക്ക് എൻട്രി ചെയ്യുക. ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല കടകളാണ് കേട്ടോ. നല്ല കടകളെന്ന് വെച്ചാൽ നല്ല കടകൾ. നല്ലൊരു വൈബുണ്ട് കേട്ടോ, നല്ല വൈബുള്ള ഒരു സ്ഥലം. നമ്മളിതേ അവിടെ നിന്ന് എല്ലാം കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു പോകുന്നു. കൊള്ളാം, നൈസായിട്ടുണ്ട്. നൈസ്. ഇവിടെ കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് ഇവിടുത്തെ ശരിക്കുള്ള ഒരു വൈബ് നമുക്ക് അറിയാൻ പറ്റുന്നത്. എന്താ ഞാൻ ചിക്കൻ ബിരിയാണി, ഇവിടെ ബിരിയാണി ഉണ്ട്. 80 രൂപയുള്ള ബിരിയാണി. ഇതാണ് ആദംസ് ബിരിയാണി. കരുവേൽപ്പടി. ഇവിടെ കൊച്ചിയിലെ ഓക്കെ ഓക്കെ. അവര് അവരുടെ ബിരിയാണിക്ക് ഒരു പ്രൊമോഷൻ ഒക്കെ കൊടുത്ത്. ഇവിടെ മറ്റേ മരണക്കണ്ടറുണ്ടല്ലോ, ആ സംഭവമൊക്കെ ഉണ്ട് ഇവിടെ.
കൊള്ളാം. ഇനി കുറച്ച് കഴിയുമ്പോഴാണെങ്കിൽ DJ നൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു ബ്രോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ, ബ്രോ ആണെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോയി. ഇപ്പം കുറച്ച് കഴിയുമ്പോൾ വരുമെന്ന് പറഞ്ഞേ. പൊട്ടീരൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്തെങ്കിലും പറയാൻ കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. കളിക്കുന്ന സംഭവമുണ്ടോ, വെള്ളം തെറിച്ചാൽ മോതയ്ക്ക് വീണ്. ഇവിടെ ഫുൾ പവറാ കേട്ടോ. കേൾക്കുന്നില്ല, ഒരു വക കേൾക്കാൻ പറ്റത്തില്ല. ഇവിടെ ഫുള്ള് വേണ്ട ഇതാ ക്രൗഡിന്റെ. നമ്മുടെ കുലുക്കി അടിക്കുന്ന ചേട്ടന്മാരിവിടെ ഉണ്ട്. കുലുക്കിക്കട കൊള്ള എല്ലാ ടൈപ്പ് ഇതുണ്ട്. മറ്റേ കിഴങ്ങ് വെച്ചുള്ള സംഭവം ഇല്ല അത്. നമ്മളെ ആ ചേട്ടച്ചടിക്കാതെങ്കിൽ മറ്റേ DJ എവിടെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ DJ കുറച്ച് അങ്ങോട്ട് പോകുന്ന അങ്ങോട്ട് അവിടെ നടക്കുന്നത്. മറ്റേ ട്രീയുടെ അവിടെ DJ നടക്കുന്നത്. നമുക്കിനി അങ്ങോട്ടോ ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല ക്രൗഡാണ് കേട്ടോ. നല്ല ക്രൗഡെന്ന് വെച്ചാൽ നല്ല ക്രൗഡാണ്, ഒരു രക്ഷയില്ലാത്ത ക്രൗഡ്. ഇവിടുന്ന് നിങ്ങളെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കുറേ കടകളും ഒക്കെ ഉണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഫേസ് ചെയ്തൊരു സംഭവമാണ്. എന്നുവെച്ചാൽ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓരോരുത്തരുടെ അടുക്കെ ഓരോ റേറ്റാണ് വാങ്ങുന്നത്. ഇപ്പം ലൈക്ക് എന്താ പറയുന്നത്, ഒരു ഐസ്ക്രീം വാങ്ങുന്നത് ഇപ്പോൾ ഓരോരുത്തരുടെ നിന്ന് ഓരോ റേറ്റ് അങ്ങനെ വാങ്ങുന്നത്. നിങ്ങൾ സൂക്ഷിച്ച് കണ്ട് വാങ്ങുക കേട്ടോ. ആദ്യം റേറ്റൊക്കെ ചോദിച്ചിട്ട് വാങ്ങുക. അതാകുമ്പം നമ്മൾ പറ്റിക്കപ്പെടത്തില്ല എന്നൊരു വിശ്വാസത്തിൽ നമുക്ക് പോവാം. ജോലിയും കാര്യങ്ങളും എല്ലാം കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഫുൾ പവറിലാണ് കേട്ടോ. ഇന്ന് കൊച്ചിക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു ഇന്ന് കൊച്ചി ഉറക്കമില്ല. കൊച്ചിയിൽ ആർക്കും ഒന്നും ഉറക്കമില്ല. ഇന്ന് ഫുള്ള് കാർണിവൽ വൈബാ. പോലീസുകാരൊക്കെ പോകുന്നുണ്ട്. ഫുള്ള് പോലീസ് നിരീക്ഷണത്തില്ല. വേണ്ട, നമ്മൾ ആദ്യം കണ്ട ഗ്രൗണ്ടില്ലേ, നമ്മൾ ആ ഗ്രൗണ്ടിലേക്ക് പോവാ. അവിടെ ആണ് സംഭവം ഉള്ളത്. ഇവിടെ DJ നൈറ്റ് തുടങ്ങുന്നത് ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു പപ്പായുടെ സംഭവം, പപ്പായ കത്തിക്കുന്ന. ഇനിയാണ് ഫുൾ പവർ ഓടാൻ പോകുന്നത്. അതിന് മുമ്പ് പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു വെള്ളം വാങ്ങിച്ചു വെക്കണം, ഇല്ലെങ്കിൽ ലാസ്റ്റ് പണി കിട്ടത്തേ ഉള്ളു. ആ ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ അതെ ഇവിടെ ഐ ലവ് ഫോർട്ട് കൊച്ചി എന്നുള്ള ഒരു ഇതാണ്. ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഐ ലവ് ഫോർട്ട് കൊച്ചിയുടെ ഇവിടുത്തെ കുറേ ബാഗുകളൊക്കെ വിൽക്കാൻ വെച്ചപ്പോൾ ഉണ്ട്. ഇവിടെ കുറേ കച്ചവടക്കാരാണ് ഇവിടെ അല്ലേ. ഇതെല്ലാം വെറൈറ്റി ബാഗുകളാണ് കേട്ടോ. കൊള്ളാം, നൈസായിട്ടുണ്ട്. ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്തൂടെ അങ്ങോട്ട് പോവാം. ഇതൊരു പൊളി വൈബാണ് കേട്ടോ. ഇതിൻ്റെ അകത്തൂടെ അങ്ങോട്ട് പോകുന്നത്. GoProയിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ലൈറ്റ് അത്രയ്ക്ക് ഇത് കാണത്തില്ല. എനിക്ക് ആ ഒരു ഗുമ്മ് കിട്ടുമെന്ന് അറിയത്തില്ല. വേണ്ട, DJ നൈറ്റ് അങ്ങോട്ട് സെറ്റായിട്ടില്ല കേട്ടോ. DJ തുടങ്ങിയിട്ടില്ല. അങ്ങോട്ട് ഇരുട്ടി വരുന്നതേ ഉള്ളു. കുറച്ചുകൂടി ഇരുട്ടുമ്പോഴാണ് ഇവിടുത്തെ ഈ ഒരു വൈബ് കണ്ടില്ല ആവുന്നത്. കുറേ നടന്ന് അതെ നമ്മൾ ഫൈനലി എത്തിക്കാനുള്ള സാന്റാക്ലോസില്ലേ അവിടെ വന്നിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ക്രൗഡ് കുറവാണ് കേട്ടോ. കമ്പാരിറ്റീവ്ലി കുറവാണ്. കുറച്ചുകൂടെ കഴിയാണ് ഇവിടുത്തെ ക്രൗഡ് വരണമെങ്കിൽ. ഇപ്പം ഇവിടെ നല്ല ക്രൗഡ് കുറവാണ്. സ്കൈയുടെ കളർ കണ്ടോ, നല്ല ബ്ലൂ കളറിൽ നിൽക്കുന്ന സ്കൈ. അതിൻ്റെ ഇവിടെ സാന്റായി നിൽപ്പുണ്ട്. ഇത് മറ്റേ ട്രോള് ഏറ്റുവാങ്ങിയ സാന്റായ കേട്ടോ, ശോഷിച്ച സാന്റ. നമ്മളങ്ങനെ നടന്നതേ ആ ട്രീയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. ഇതിപ്പോൾ ഫോണിനകത്ത് ഷൂട്ട് ചെയ്യുന്നത്. നല്ല നോയ്സ് ഉണ്ട്. ഒരു വക മിക്കവാറും കേൾക്കാൻ പറ്റത്തില്ല. അതെ, ഇതാണ് നമ്മൾ കാണുന്ന മറ്റേ ട്രീ ഇല്ല, അതാണ് ഈ സംഭവം. ട്രീയുടെ വൈബ് വേറെ ലെവല് കേട്ടോ.
ഈ ഗ്രൗണ്ടിൽ നിന്ന് അടുത്ത ഗ്രൗണ്ടിലോട്ട് പോവാം. അവിടെയാണ് DJ നൈറ്റും പരിപാടിയൊക്കെ ഉള്ളത്. ഗൈസ് മിക്കവാറും ഈ വീഡിയോയ്ക്കും കോപ്പി റൈറ്റ്സ് അടിക്കും കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കും കോപ്പി റൈറ്റ്സ് വന്നായിരുന്നു. അതെന്താ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. മിക്കവാറും ഈ വീഡിയോയ്ക്കും കോപ്പി റൈറ്റ്സ് വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഇവിടെ ഫുള്ള് ലൈറ്റും സെറ്റപ്പ് ഒക്കെ ഇട്ട് കിടിലാക്കിയേക്കോ. നൈസായിട്ടുണ്ട് കേട്ടോ. കൊള്ളാം, പൊളി. രണ്ട് സൈഡിലും ലൈറ്റും എല്ലാം ഉണ്ട്. ഫുള്ള് തലയിലും മുകളിലും എല്ലാം ഫുള്ള് ലൈറ്റ് വെച്ചിട്ടുള്ള പരിപാടിയാണ്. നമ്മളിനി മറ്റേ DJ നൈറ്റ് കിടക്കുന്നില്ലേ, അവിടോട്ടാണ് പോകുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് നമ്മുടെ ബാക്കി പരിപാടികൾ നോക്കാം. എല്ലാവരും ഓരോ ഓളവും പാട്ടും ഒക്കെ വെച്ചിട്ട് കിടിലും പരിപാടികൾ. ഉണന്ന് പവറായി വേണ്ട, എല്ലാം കിടിലും പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിനി അടുത്ത ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് DJ നൈറ്റൊക്കെ ഉള്ള. ഇവിടെ DJ നൈറ്റ് ഒന്നുമില്ല, ഇവിടെ അല്ലാതുള്ള പരിപാടികളാണ്. എനിക്ക് തോന്നുന്നു അവിടെ ആയിരിക്കും അത്യാവശ്യം നല്ല ക്രൗഡ് കാണുന്നത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. കുറേ നമ്മൾ നടന്നു, അത്യാവശ്യം നല്ല കാലുവേദനയുണ്ട്. ഇനി ഇവിടുന്ന് കുറേ പോകാനുണ്ട് ഗ്രൗണ്ടിലോട്ട്. ഇവിടുന്ന് അത്യാവശ്യം വെട്ടമൊന്നുമില്ല, അതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. കുറച്ച് ഇങ്ങോട്ട് വരുന്നിടത്തത് ഇവിടെ കുറേ സ്റ്റാറുകളൊക്കെ തൂക്കിയിട്ടേപ്പുണ്ട്. ഈ വഴികൾ ഫുള്ള് സ്റ്റാറുകളായിട്ടേക്കുന്നത്, അതേ കണ്ടില്ലേ, നൈസായിട്ടുണ്ട്. ഇവിടെ കുറേ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വിശാലമായിട്ട് ഇങ്ങനെ വാക്ക് വേ പോലെ ഇങ്ങനെ കിടക്കുക സംഭവം കേട്ടോ. അത്യാവശ്യം നീറ്റാ, വേസ്റ്റ് ഒന്നും അധികം കിടപ്പില്ല. ഇവിടെ വേസ്റ്റ് ഒന്നും കണ്ടില്ല. ഇവിടെ നിരപ്പിനിങ്ങനെ സ്റ്റാർ ഇട്ടേപ്പുണ്ട്. ഈ കണ്ടില്ലേ, നിങ്ങളെ കാണുന്ന റെഡ് സംഭവം കണ്ടില്ലേ, ഇതെല്ലാം അങ്ങ് വരെ കിടക്കുന്ന ആ റെഡ് ഇത് സ്റ്റാറാണ്. ഇവിടെ കുറേ വെള്ളം വയ്ക്കുന്ന കടകളൊക്കെ ഉണ്ട്. ഞാൻ ആലോചിക്കുന്നതേ, ഇന്നിവിടെ ഒരു വെള്ളത്തിൻ്റെ കടവല്ലോ ഇട്ടാലോ എന്ന്. അത്യാവശ്യം നല്ല ബിസിനസ് നടന്നേക്കുന്നു. ഇവിടെ എല്ലായിടും വെള്ളത്തിൻ്റെ കടകളാണ് കേട്ടോ. നല്ല കച്ചവടം നടക്കുന്നൊരു സംഭവം ഇന്ന് വെള്ളത്തിൻ്റെത്. ഏകദേശം 2.5 കിലോമീറ്റർ ഉണ്ട്. നല്ല ടാസ്ക്കായിരുന്നു, നടന്ന് ടയേർഡായി. പിന്നെ അവിടെ പോയി DJ കാണാനുള്ള മൈൻഡൊന്നും ഇല്ല, പോയി. ഇവിടുത്തെ ഒരു ബിൽഡിങ് ഉണ്ടോ, എന്തോ ഒരു കഫേ ടൈപ്പ് സംഭവം എന്തോ. ഇത് കൊള്ളാം കേട്ടോ, പണ്ടത്തെ ടൈപ്പ് ഒരു ബിൽഡിങ്, നൈസായിട്ടുണ്ട്. ഓ പരിപാടിയൊക്കെ ഫ്ലോപ്പാ. അവിടുത്തെ DJ സൗണ്ടൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. എന്താണെന്നറിയത്തില്ല, നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. അങ്ങനെയാണെങ്കിൽ DJ ഒന്നും അറ്റൻഡ് ചെയ്യാൻ നിൽക്കത്തില്ല. ഞാൻ നേരെ തിരിച്ചു പോകുന്നൊരു പ്ലാനുണ്ട്. സത്യം പറഞ്ഞാൽ നല്ലോണം ടയേർഡായി, അതാണ് ഒന്നാമത്തെ കാര്യം. വൺ ഷോഗ് വന്നു ഗൈസ്. വൺ ഷോഗ് എന്ന് വെച്ചാൽ വൺ ഷോഗ്. നടന്നൊരു പരുവായി. നല്ലോണം നടക്കാനുണ്ട്, അതാണ് ടാസ്ക്. 2.5 കിലോമീറ്റർ എന്നിട്ട് അവസാനം കയറ്റി വിടത്തില്ല. എന്തോ പരിപാടിയൊക്കെയാണെന്ന് നോക്കിയാൽ. വൺ ഷോവും ഗൈസ്, വൺ ഷോവും. നടന്ന് വേറെ ഏതൊക്കെയോ ഊടുവഴി കയറി പിന്നെ നടന്നു പോവാം. ഇതുവഴിയെങ്കിലും കയറ്റി വിട്ടാൽ മതിയായിരുന്നു. അവർ പറയുന്നത് ഇപ്പുറത്തെ വഴി കറങ്ങി വരാമെന്ന്. ഓ നമ്മൾ എത്തി കേട്ടോ. അപ്പുറത്ത് ഇത് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. മുഹമ്മദ് ജസീൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ. അവിടെ കുറച്ച് പയ്യന്മാർ ഇപ്പോൾ ഉണ്ടായിരുന്നു. നമ്മൾ ആ പയ്യന്മാരെയൊക്കെ കണ്ട ഒരു ഹായ് പറഞ്ഞതേ അവിടുന്ന് പിന്നെയും തിരിച്ചു നടക്കുക. വയസ്സേണ്ട ഇത് അത്യാവശ്യം ഷോക്കാന്ന് തോന്നുന്നു കേട്ടോ പരിപാടി കണ്ടിട്ട്. ഞാൻ ലാസ്റ്റ് വന്ന് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഷോക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മളിത് ഗ്രൗണ്ടിലേക്ക് പോവാം. അപ്പുറത്തെ DJ അടപ്പമുണ്ട്. നമുക്ക് DJ ഒന്ന് കണ്ടു നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. DJ കണ്ടിട്ട് ഒരു സുഖമില്ല ഗൈസ്. അതെ അപ്പുറത്തെ അവിടെ മ്യൂസിക്കൊക്കെ സൈഡ് പ്ലേ ചെയ്യുന്നുണ്ട്. മിക്കവാറും ഈ വീഡിയോയ്ക്കകത്ത് എനിക്ക് കോപ്പി റൈറ്റ്സ് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അടുത്ത പാട്ട് പ്ലേ ചെയ്യാൻ പോവാം. അവിടെ വന്ന് നമുക്ക് അങ്ങോട്ട് പോവാം.
ഇതുകൊണ്ട് അവിടെ വന്ന് പരിപാടിയൊക്കെ നടക്കുന്നത് താൽക്കാലികമായി നിർത്തി വെച്ചേക്കുമെന്ന് തോന്നുന്നു. ഒന്ന് കേൾക്കാൻ ഗായ്സ്, അങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കാർണിവലിനെ പോയിട്ട് വന്നിട്ട് തിരിച്ച് നമ്മൾ റൂമിൽ വന്ന്. ഇപ്പം ഞാൻ എറണാകുളത്ത് തന്നെ ഉള്ളത്. എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലാണ്. റൂമൊന്നും കാണിക്കുന്നില്ല. ഞാൻ ഇന്ന് ഇവിടെ കാണും. അത് കഴിഞ്ഞിട്ട് നാളെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. ഗായ്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കനോടെ നിൽക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. നല്ല ടയേർഡാണ്. വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ചെയ്യുക. ഓക്കെ, ബൈ.